ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടി കുട്ടി ഐറ്റംസ് ഉണ്ട്, വലിയ ഐറ്റംസ് ഉണ്ട്, പല ഐറ്റംസ് ഉണ്ട്, ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ആയിട്ട്. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, പ്രോഡക്റ്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ്സ് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് നമുക്ക് ആറ്റംബർഗിൻ്റെ സീലിംഗ് ഫാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ആറ്റംബർഗിൻ്റെ സീലിംഗ് ഫാൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇന്ന് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് വന്നിരിക്കുന്നത്, ഗ്ലോസ് ബ്ലാക്ക് കളറും ഐവറി കളറും സീലിംഗ് ഫാൻ. 1200 mm ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 4300. നമ്മുടെ റേറ്റ് അതിൽ കുറവാണ്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ ഇൻസെക്റ്റ് കില്ലർ 30 വാട്ടിൻ്റെയാണ് വരുന്നത്. അതായത് നമുക്ക് ഈച്ച ശല്യമൊക്കെ ഉള്ളിടത്ത്. പക്ഷെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് കൊതുക് കയറുമോ, കൊതുകിനെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് പറ്റത്തില്ല. നമുക്ക് ഈച്ച, വണ്ട് അങ്ങനെയുള്ള ജീവികളൊക്കെയാണ് ഇതിനകത്ത് പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്തെ വലയ്ക്ക് അതിനുള്ള കൊതുക് എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണല്ലോ. അപ്പോൾ അത് ക്യാച്ച് ചെയ്യാനുള്ള ആ ഒരു വലിപ്പം അല്ല ഇതിൻ്റെ വലയ്ക്ക് വരുന്നത്, ആ ഗ്രില്ലിന് വരുന്നത് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അപ്പം ഈച്ച, വണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ പിടിക്കാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഇതിന് 1 year ആണ് കമ്പനി വാറണ്ടി വരുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 3100 രൂപ. പിന്നെ അടുത്തത് ഐബെല്ലിൻ്റെ തന്നെ ഇടിയപ്പം മേക്കർ അഥവാ നൂഡിൽ മേക്കർ വന്നിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ, ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ 5 ഇത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇടിയപ്പം എടുക്കാനുള്ള അച്ച്, അത് 5 എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ റീചാർജബിൾ ആണ്, റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അധികം വെയിറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെയിറ്റേ ഉള്ളൂ. നല്ലൊരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഹോൾസാണ് അതിൽ വരുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ചെറിയ നൂലായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. 5 മോഡാണ് വരുന്നത്. റീചാർജബിൾ കേബിൾ, റീചാർജ് ചെയ്യാനുള്ള കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. മൊബൈലിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനും 1 year ആണ് വാറണ്ടി വരുന്നത്. റസ്റ്റ് പ്രൂഫ്, ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ ന്യൂട്രി ബ്ലെൻഡർ, ന്യൂട്രി മാക്സ് ആണ് വന്നിരിക്കുന്നത്, 600 വാട്ട്സിൻ്റെ. അപ്പോൾ ഇനി വേനൽക്കാലമൊക്കെ ആണല്ലോ, നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ടോട്ടൽ 5 ജാറാണ് നമുക്ക് വരുന്നത്. മോട്ടറുണ്ട് അതിൻ്റെ കൂടെ, ഇതാണ് ഇങ്ങനെ മോട്ടർ വരും. അത്തേൽ നമുക്ക് അതിൻ്റെ കൂടെ 5 ജാറാണ് വരുന്നത്. അതായത് ബ്ലേഡുള്ള 2 ജാറും സ്റ്റോറേജിനായിട്ട് 3 ജാറും വരുന്നുണ്ട്. അപ്പോൾ ബ്ലേഡുള്ള ജാറിനകത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതുപോലെ ഒരെണ്ണം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള, മസാലകൾ പൊടിക്കാനുള്ള ബ്ലേഡ് വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ള ജാറുണ്ട്, നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന ജാറുണ്ട്, ഗ്ലാസ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ജാറുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇതിനകത്ത് 5 ജാറാണ്. മോട്ടർ കൂടാതെ 5 ജാറും കൂടിയാണ് ഈ കൂടെ വരുന്നത്. 600 വാട്ട്സ് ആണ്. ഇതിൻ്റെ RPM വരുന്നത് 24,000 ആണ്. 1 year ആണ് ഇതിന് വാറണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ MRP വരുന്ന 5499 രൂപ. നമ്മുടെ ഒരു റേറ്റ് 3500 അടുത്തൊക്കെയാണ് നമ്മുടെ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് കുറേ റിമോട്ടുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി റിമോട്ടുകൾ, ഒരുപാട് ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന റിമോട്ടുകൾ, ഇത് BPL ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്. പിന്നെ വന്നിരിക്കുന്ന സൺ HD റിമോട്ട്. സൺ HDക്ക് ഇപ്പോൾ നമുക്ക് HD ആണെങ്കിലും SD ആണെങ്കിലും ഈ ഒരൊറ്റ റിമോട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പെയറിംഗ് ഒന്നും വേണ്ട, പെയർ ചെയ്യൊന്നും വേണ്ട, ഈ ഒറ്റ റിമോട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് HDക്ക് ഒരു റിമോട്ട്, SD-ക്ക് ഒരു റിമോട്ട് എന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് ഈ ഒരു ഒറ്റ റിമോട്ടിൽ തന്നെ HD SD യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വന്നിരിക്കുന്നത് കേരള വിഷൻ്റെ റിമോട്ട്. ഈ കേരള വിഷനൊക്കെ ഉണ്ടല്ലോ, ഒരു 5-6 മോഡൽ റിമോട്ട് ഉണ്ട്. പല സെറ്റപ്പ് ബോക്സിന് പല റിമോട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ, ഈ കേരള വിഷൻ്റെയൊക്കെ റിമോട്ട് വാങ്ങിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങളുടെ പഴയ റിമോട്ട് കൂടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഇത് കേരള വിഷൻ്റെ വേറൊരു മോഡലാണ്. അപ്പോൾ ഇതെല്ലാം കേരള വിഷൻ്റെ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ബ്ലൂബെറി ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്. പിന്നെ ഹയർ TVയുടെ റിമോട്ട്, ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്. ഇത് BPLൻ്റെ വേറൊരു ടൈപ്പ് റിമോട്ട്. പിന്നെ സോണി ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്.
TCLൻ്റെ റിമോട്ട്, പിന്നെ വന്നിരിക്കുന്ന സാംസങ് TV-യുടെ റിമോട്ട്, പിന്നെ ഇത് ഹയർ LED TV-യുടെ ആൻഡ്രോയിഡ് TV-യുടെ റിമോട്ട്, പിന്നെ വന്നിരിക്കുന്നത് ഇത് AC റിമോട്ടാണ്. നമുക്ക് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന 2-3 മോഡൽസ് വന്നിട്ടുണ്ട്. വീഡിയോകോൺ, IFB അങ്ങനെയുള്ള ടൈപ്പിൻ്റെയൊക്കെ റിമോട്ട്. ഇതുകൂടാതെ കുറേ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കമ്പനിയുടെ ചിലപ്പോൾ നമ്മുടെ കണ്ടെന്ന് വരത്തില്ല, അപ്പം നമ്മളത് ഓർഡർ എടുത്ത് വരുത്തി കൊടുക്കും. പിന്നെ ഇത് അഡാപ്റ്ററാണ്, 220 110 ആക്കുന്ന അഡാപ്റ്റർ. അതായത് US എന്നൊക്കെ വരുന്ന നമ്മുടെ നാട്ടിലേക്ക് US നിന്ന് കൊണ്ടുവരുന്ന എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു കൺവേർട്ടർ അഡാപ്റ്റർ വേണം. അതിന് വേണ്ടിയുള്ളതാണിത്. അപ്പോൾ ഇത് വരുന്നത് 20 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടിയതും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതുണ്ടോ 250 VA ഇങ്ങനെ 2 ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഇത്തേൽ കൊടുത്താലാണ് നമുക്ക് US നിന്ന് കൊണ്ടുവരുന്ന എക്യുപ്മെൻറ്റ്സ് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സംഭവം എല്ലാം കൂടെ അടിച്ചു പോകും. പിന്നെ വന്നിരിക്കുന്നത് യൂണിവേഴ്സൽ റിമോട്ട്, അതായത് നമ്മുടെ LGയുടെ പഴയ TV ഉണ്ടല്ലോ, പിക്ചർ ട്യൂബുള്ള ആ ഒരു TV-യുടെ റിമോട്ടാണിത്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് 2 പിന്നിൻ്റെ AC കോഡാണ്, ഫിലിപ്സിൻ്റെ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള AC കോഡാണ്. അതായത് നമുക്ക് എമർജൻസി ലൈറ്റ്, റേഡിയോ അങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കാനുള്ള AC കോഡാണ്. പിന്നെ ഇത് വന്നിരിക്കുന്നത് RC കണക്ടർ, നമുക്ക് അഡാപ്റ്ററിൽ നിന്നൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള RC പിന്ന് വിത്ത് വയറോട് കൂടിയാണ് വരുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ. പിന്നെ ഇതും 2 പിൻ AC കോഡാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള കട്ടി കൂടിയതാണ്, ഇത് കട്ടി കുറഞ്ഞിട്ടാണ്. രണ്ടും റേറ്റ് ഡിഫറൻസ് വരും. പിന്നെ വന്നിരിക്കുന്നത് വയർലെസ് ഡോർബെല്ല്, നമുക്ക് ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡോർബെല്ല്. അപ്പോൾ ഇത് ഡോർബെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കോളിംഗ് ബെല്ലായിട്ട് നമുക്ക് വീടിന് പുറത്ത് വെക്കണം അങ്ങനെയില്ല. ഇപ്പോൾ ബെഡ് റിഡൻ ആയിട്ടുള്ള ഇപ്പോൾ വയ്യാണ്ടൊക്കെ കിടക്കുന്ന പേരൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ റൂമിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മളെ വിളിക്കണമെങ്കിൽ ഈ ബോക്സ് നമ്മളെവിടെയാണ്, ഇപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും റൂമിൽ വെച്ചേച്ചാൽ മതി. അത് അതിൻ്റെ ഈ ഒരു സ്വിച്ച് അവരുടെ ബെഡിനോട് ചേർത്ത് വെക്കുക. അപ്പോൾ അവർക്ക് നമ്മളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ സ്വിച്ച് അമർത്തുമ്പം നമുക്ക് ഇപ്പുറത്ത് സൗണ്ട് കേൾക്കും, അപ്പോൾ നമുക്ക് ചെല്ലാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മളെ ഉറക്കം വിളിക്കേണ്ട, അങ്ങനെ എന്താവശ്യം വന്നാലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെല്ലാണിത്. ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇത് 150 മീറ്റർ വരെ ഇതിൻ്റെ സിഗ്നൽ കിട്ടും. പിന്നെ ഇത് BPLൻ്റെ വേറൊരു മോഡൽ റിമോട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ ഡോർ ബെല്ലുകളാണ്, അത് പല ഷേപ്പിൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം അതുപോലെ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇത് ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചിൻ്റെ അഡാപ്റ്റർ 4.5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇത് 12 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററുകൾ, ഇതെല്ലാം 12 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററുകളാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റും കൂടെ ഇന്ന് വന്നതാണ്, SMBS അഡാപ്റ്റർ. ഇത് 19 വോൾട്ട് 4.7 ആംപിയർ SMBS അഡാപ്റ്ററാണ്. ഇത് 19.5 വോൾട്ട് 4.7 ആംപിയർ അഡാപ്റ്റർ SMBS അഡാപ്റ്റർ. അപ്പോൾ ഇത് 19 ആയിരുന്നു. ഇത് 19 വോൾട്ട്, ഇത് 19.5 വോൾട്ട്. പിന്നെ വന്നിരിക്കുന്നത് 2016 ലിഥിയം ബാറ്ററി ബട്ടൺ സെല്ല്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പല നമ്പറിലാണ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ വന്നിച്ച് പറയും വട്ടത്തിലുള്ള സെല്ല് വേണമെന്ന് പറയും, പക്ഷേ അതിലൊരു നമ്പറുണ്ട്, അത് നമ്പർ അനുസരിച്ച് വേണം വാങ്ങാനായിട്ട്. കാരണം അതിൻ്റെ തിക്നെസ്സിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഇങ്ങനത്തെ ബട്ടൺ സെല്ലൊക്കെ വാങ്ങുമ്പോൾ ബട്ടൺ സെല്ലിലെ നമ്പർ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെയാണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്